ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനത്തെ ചെയ്യണ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗ്. അപ്പൊ എനിക്ക് സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ ഭയങ്കര കംപ്ലൈന്റ് ആണ്. ഞാൻ പതിയെ സംസാരിക്കണ, ഞാൻ അഭിനയിക്കുന്നൊക്കെ ഒരു പറയണ, ഞാനിവിടെ ആക്ടിങ് ആണെന്നാ പറയണ. അപ്പൊ ആ ഒച്ച സംസാരിക്കണാണ്, അപ്പുറത്ത് ഉറങ്ങണാണ്. അതാണ് പതിയെ സംസാരിക്കണം. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഗായ്സ്, നമ്മ കുട്ടിയൊന്നല്ല. അപ്പൊ ഗായ്സ്, 3 റമദാൻ ബന്ധപ്പെട്ട വ്ളോഗുകൾക്ക് ശേഷം ഇത് 4ാമത്തെ വ്ളോഗ്. അതിനിടയിൽ ഒരു ടൂർ വ്ളോഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ടൂർ വ്ളോഗ് ഇടാൻ കാരണം, ടൂർ വ്ളോഗ് എവിടെയെന്ന് അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരും എല്ലാവരും ചോദിക്കണോണ്ടിട്ടാണ് ആ ടൂർ വ്ളോഗ് ഇട്ടാ. ഇപ്പൊ വ്ളോഗ് എടുത്ത് തുടങ്ങിയപ്പോ കുറെ വ്ളോഗ് ഇടാൻ, ഒരു ലോഡ് കണക്കിന് വ്ളോഗ്, അതായത് ആറ്റം മുതൽ ഈ അറ്റം വരെ വ്ളോഗ് എടുത്തിട്ട് അതൊന്നും ഇടാണ്ട് വെച്ചേക്കണാണ്. അത് മനപ്പുറം ഇടാണ്ട് വെച്ചേക്കണല്ല. ഒരു ദിവസം ഒരു വ്ളോഗ് എന്ന രീതിയിലാണ് ഇപ്പൊ ഇട്ടോണ്ടിരിക്കണ. അത് നിങ്ങ നല്ലോണം കണ്ട 2ആക്ക 3ആക്ക, അത് നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾ കാണാ, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇതൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മ നേരത്തെ പറഞ്ഞ പോലെ 24 ദിവസത്തിൽ 12 വ്ളോഗും 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ കാര്യം, നമ്മ ഏകദേശം 16 വ്ളോഗ് ഇട്ടിട്ടുണ്ട്. 985 എന്താ പറയാ 985 സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. 75 ഷോർട്സ് ഇട്ടിട്ട് നമ്മ 75 ഷോർട്സ് ഇട്ടിട്ട് നമ്മ ഏറെ 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 മുന്നേറിക്കൊണ്ടിരിക്കുന്ന. സുയിൽ എന്തോ ഓർത്ത് വെച്ചിട്ട് വന്നേക്കാണ്, അത് പറയാൻ അവസരം കൊടുക്കുക. ടീമോടിന യൂട്യൂബിൽ മിസ് ചെയ്ത എല്ലാവരോടും ഞാൻ സോറി പറയാണ്. ഒരു ബീഫ് മന്തിക്ക് വേണ്ടിയിട്ടുണ്ടല്ല ഇപ്പൊ 75 ഷോർട്സും 12 + 2 14 വ്ളോഗ് 16 വ്ളോഗ്. ബീഫ് മന്തിക്ക് വേണ്ടി ഇത്രയും ചെയ്യണ പിള്ളേരാണ് നിങ്ങൾ പ്രേക്ഷകർക്ക്. നമ്മൾ ഇഷ്ടമാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു ബീഫ് മന്തി ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ പിള്ളേർ ചാർജർ, അതായത് രാവിലെ സമയങ്ങളിൽ അരച്ചിരിക്ക, രാത്രി ചാർജർ സൂപ്പർ. വൈകിട്ട് കേട്ടാ സഹല്ല എന്താ പറയുന്നത്. അപ്പൊ ഗായ്സ്, ബീഫ് മന്തിക്ക് വേണ്ടിയാന്ന് പറയണോ? ഒരിക്കലും ബീഫ് മന്തി അല്ല, കാരണം ഞാൻ ഡയറ്റിലാണ്. അപ്പൊ ബീഫ് മന്തി ഞാൻ കഴിക്കൂല. പകരം അൽഫാം ഞാൻ കഴിക്കും. എന്ന കാര്യം ഓർമ്മപ്പെടുത്തലാണ്. അത് നല്ലതാണ്, നല്ല സ്റ്റൈലാണ്. വ്ളോഗിൽ ഇങ്ങനെ വാ, റമദാൻ മാസം എല്ലായിരിക്കും ഹയർ ആയിട്ട് പോകുന്നു വിചാരിക്കും. ഞാനും ചിക്കും സൽമാനും ഒന്നുണ്ടായി സുബൈക്ക് അല്ലേക്കു. ഞാൻ പോയില്ലടാ, എനിക്ക് വയ്യ, ജലദോഷം സൗണ്ട് ഒക്കെ പോടാ, അലർജിയാണ്. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞാൽ ഒരിക്കല് അപ്പൊ വ്ളോഗിലേക്ക് കോൺസെൻട്രേറ്റ്. അപ്പൊ ഗായ്സ്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി വളരെ കുറച്ചുള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്യണത് അവിടെ നിർത്തരുത്. നമ്മൾ അടുത്ത ലക്ഷ്യം 10K. ഇപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പൊ വ്ളോഗിലൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അവർക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ ഫുള്ള് 100K 3 4 അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ വ്ളോഗിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാറിക്കിടക്കലൊക്കെയാണ്. ഇപ്പൊ ആ പുള്ളി ഒന്ന് കാണിക്കാവോ? അപ്പൊ ആ പുള്ളിന്റെ വീഡിയോസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഇന്ന് കമന്റ് ചെയ്യാ. പിന്നെ പുള്ളിക്ക് ഒരു മാനേജറിന് ആവശ്യമാണ്, എഡിറ്റ് ചെയ്യണം, പിന്നെ ക്യാപ്ഷൻ നമ്മൾ കൊടുക്കണം, അഭിനയിച്ചവരും ബാക്കിയെല്ലാം നിങ്ങയാണോ? ക്യാമറ പിടിച്ചു കൊടുക്കണം, പിന്നെ എഡിറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്ഷൻ ഇട്ട് കൊടുക്കണം, അത് കോപ്പി പേസ്റ്റ് ഉള്ള രീതിയിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് വേണ്ടിട്ട് സഹലൊരു പാട്ട് ആലപിക്കാൻ വേണ്ടി. അപ്പൊ ഗായ്സ്, വ്ളോഗില് പാട്ടില്ല. വ്ളോഗിൽ എന്റർടൈൻമെന്റ് കുറവാന്ന് പറഞ്ഞിട്ട് ഞാൻ പതിയെ സ്റ്റാൻഡേർഡ് സംസാരം ഞാൻ പാടിക്കോളാം. സൽമാൻ അറിയാമായിരിക്കും അറബ് നാട്ടിൽ അകലെയങ്ങാണ്ടിരിക്കും വാപ്പ അറിയാൻ ഒരുപാടുണ്ട് പറയാൻ. എന്റെ പ്രൈസ് ആയിരിക്കും, ഞാൻ എന്തു ചെയ്യും? ഫേക്ക്
എനിക്കറിയാം നിങ്ങൾ പറ നിങ്ങൾ കമന്റ് ചെയ്യണ പാട്ട് ഞാൻ പാടിത്തരും അല്ലേ? അതെ അതെ ഉറപ്പായിട്ട് അവൻ പാടിത്തരും. ഞാൻ പാടിത്തരും. ഏത് പാട്ടോ? അനിയത്തിന്റെ എന്താണ് ചാർജർ ഉമ്മാന്റെ റൂമിൽ കളിയാ മുറിഞ്ഞിട്ടുണ്ടാവും. അന്ന് നോക്കട്ടെ. ഇപ്പോൾ എടുത്തിട്ടോ നമുക്ക് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഗൈസ് നിങ്ങളുടെ റമദാനൊക്കെ എങ്ങനെയുണ്ട്? പിടിച്ച് വാ ചാർജർ കൊണ്ടുവരുവൻ. ഗൈസ് നിങ്ങളുടെ റമദാനൊക്കെ എങ്ങനെയുണ്ട്? നോമ്പുറ എങ്ങനെയുണ്ട്? അപ്പൊ നമ്മുടെ 5 നോമ്പുറയില് 2 പുറത്ത് എങ്ങനെയുണ്ട്? അതായത് എങ്ങനെയുണ്ട് പുതിയൊരു രീതിയിലേക്കാണ് നമ്മൾ പോകണം. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയണതാ? സാധാരണ 10 നോമ്പ് കഴിയുമ്പോഴാണ് പുറത്ത് നോമ്പറ അല്ലേ? പുറത്ത് മീൻസ് കുടുംബ വീട്ടില് അതായത് നമ്മുടെ നോമ്പുറ എന്ന് പറയുമ്പോ 10 കഴിഞ്ഞ് ഒരു കുടുംബ നോമ്പുറ, കൂട്ടുകാരന്മാരുടെ അടുത്ത് 2-3 നോമ്പുറ, നോമ്പറ. അങ്ങനെ പിന്നെ കോളേജിലൊരു നോമ്പുറ, അങ്ങനെ വളരെ കുറച്ച് നോമ്പ് തുറകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളാണ്. നോമ്പ് തുറകളായിട്ട് പ്രാവശ്യം ഭയങ്കര ടൈറ്റ് ആണ്. അതെ ഒരു 15 നോമ്പ് ഒരു ബുക്കിംഗ് അതിന് ബുക്കിംഗ്. അതായത് സഹലിനോട് ഡേറ്റ് ചോദിച്ചു. സഹല ഡേറ്റ് കൊടുത്താ ഡേറ്റ് കൊടുത്ത് ചിലപ്പോ 16ാമത്തെ നോമ്പിനുണ്ടാവും. അതെ അത് അപ്പൊ 15ഉം 16ഉം നമ്മളാ നോമ്പുറക്കാൻ വിളിക്കുന്നവരുടെയൊക്കെ സന്ധ്യക്ക് നമ്മളൊന്നും ഉണ്ടാവൂല. സ്ലോട്ട് ക്ലോസ് ആയി. അടുത്ത ദിവസങ്ങളിൽ വിളിക്കാൻ ശ്രമിക്കാം. ഇന്നിപ്പോ വ്യാഴവുമില്ല അങ്ങനെ നോമ്പുറല്ലേ. പിന്നെ കൊറേ സ്ഥലം പറയണ്ട. അതെ അതെ വ്യാഴവും വെള്ളി വീഡിയോ വരും. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് നോക്കാം. നമ്മളെ ഷോർട്സിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഉണ്ട്. അതിന്റെ വ്ലോഗ് എടുക്കാൻ പറ്റില്ല. വമ്പത്തെ ആക്കാർന്ന കടയില് അത് സീനാണ്. ഇവനുണ്ടായില്ലെന്ന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എമർജൻസി ആയതുകൊണ്ട്. അതെ അത് ഇനിയിപ്പോ 2 അതായത് വ്യാഴം വെള്ളി പുറത്തു പോകുമ്പോ നാളെ എല്ലാരും വീട്ടിൽ തന്നെ. അപ്പൊ നാളെ എനിക്ക് നോമ്പറുണ്ട്. അവനിക്ക് നോമ്പുറണ്ട്. നാളെ എനിക്കൊരു ഡേറ്റ് ഉണ്ട് നോമ്പറുണ്ട്. അപ്പൊ ഗൈസ് നോമ്പ് തുറയാണ്. അപ്പൊ നമ്മൾ അതെ ഞാനൊരു വ്ലോഗിൽ പറഞ്ഞേ നമ്മൾ ആഗ്രഹിച്ച ജീവിതം ഞാൻ ജീവിതത്തിലാണ് ഗൈസ് ജീവിക്കുന്നത്. ഞാൻ ജീവിതത്തിലാണ്. നീ സ്വഭാവം ഗൈസ്. ഇവൻ വെള്ളടിക്കാൻ അത് പറ്റില്ലാട്ടാ. അത് പറ്റൂല. സുഹൈലറിഞ്ഞ കടിപ്പടിയില്ലേ ഇതാക്കി പറ്റിയ സാധനം എന്താണ് അങ്ങനത്തെ ഇപ്പൊ നമുക്ക് തമ്മിൽ ഉണ്ടാക്കാനൊക്കെ ആൾക്കാർ ഒരു മെസ്സേജ് അയച്ചു. സഹലിന്റേതായ ഒരു ഹിന്ദി പാട്ട് സഹല മനസ്സിലായത്. അത് ഞാൻ ഊഹിച്ചെടുത്ത ചന്നാമേരിയാണ്. പാടാറില്ല. ഞാൻ പാടാറില്ല. ഞാൻ പാടിച്ചു. നീ പാട്. നീ ഡാൻസ് മറ്റേ കാര്യം ചെയ്യാൻ പറഞ്ഞില്ല. അറിയോ? അറിയിച്ചു നമുക്ക് എന്തും ചെയ്യാം. അതിനെ കുറിച്ച് എന്താ പറയാ? അല്ലാണ്ട് അതെ അതെ ഡാൻസ് കളിയപ്പോ മെൻഷനടിക്കാത്ത മനുഷ്യൻ ഡാൻസ് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഒരു ദിവസം 1 മണിക്കൂർ ഇൻസ്റ്റ. പിന്നെ കുട്ടി മെസ്സേജ് അയച്ചാൽ മാത്രം നമ്മളെ മെയിൻ സംഭവം കാണിക്കട്ടെ. അതിനാണ് ഫോൺ ഓൺ ആക്കിയത്. 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വെറും 15 സബ്സ്ക്രൈബേഴ്സും കൂടെ. അത് കഴിഞ്ഞിട്ട് പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പൊ നമ്മൾ നല്ലൊരു സെലിബ്രേഷൻ തന്നെ ആയിരിക്കും 1000 ഉണ്ടാവുന്നത്. ചിന്തിക്കുന്നവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു സെലിബ്രേഷൻ ഉണ്ടാവും ഇൻഷാ അല്ലാ. അപ്പൊ നമുക്കിനി ഒരു പാട്ട് കച്ചേരിയാണ് ചെയ്യാൻ പോണത്. ഞാനും ഏത് പാട്ടാണ് നിങ്ങൾ പറഞ്ഞോ? ഞാൻ ജഡ്ജി. ഏത് പാട്ടാണ് പറഞ്ഞോ? ജഡ്ജി പറഞ്ഞോ ഏത് പാട്ട് ഏതാണ് പറഞ്ഞു കൊടുക്കണം. ലിറിക്സ് വെച്ചോ. ഓർഡറാ മനാ സമാന ഹേ ദീവാന ഇസ്ലിയേ അതൊന്നും എനിക്ക് നമ്മളാ മറ്റേ ഈ അടുത്തെടുത്ത അറിയില്ല. അല്ലല്ല ഇൻസാനിനാ ക്രിഞ്ചാണേ. അപ്പൊ സുഹൃത്തുക്കളെ മൈക്ക് നമുക്ക് സഹലിലേക്ക് ഹേ പഞ്ചാരേ നെഞ്ചാകെ നിൻചിരിയാലേ മൊത്തം വൈബായേ മുട്ടപ്പപ്സും ലൈമും പോലെ മുട്ടി മുട്ടി വായന്റെ കൂടെ ഇത്തിരി നേരം ഒത്തിരി നേരം പത്തിരിയായി. ക്രിഞ്ചാണേ മൊത്തം ക്രിഞ്ചാണേ നമ്മള് ക്രിഞ്ചാണേ ആകെ ക്രിഞ്ചാണേ.
ലവാണ് ചങ്കില് ലവാണ് മൊത്തം ലവാണ് ഉള്ളില് ലവാണ്. ആരോടായിരിക്കും? എന്റെ സബ്സ്ക്രൈബേഴ്സിനോട്. വായി കൊണ്ട് ജീവിക്കുന്ന രണ്ടുപേർ ആരൊക്കെ? ഏത് പാട്ടാണ്? സായി. എന്റെ യൂട്യൂബില് സബ്സ്ക്രൈബേഴ്സ് സായ അല്ല, വായ കൊണ്ട് ജീവിക്കുന്ന ആരൊക്കെ? That's correct. That's correct. വായോണ്ട് ജീവിക്കണോ ഏറ്റവും വലിയ കള്ളൻ ഇവിടെ ഒരു സംഭവം ചെയ്യണില്ല നമ്മ പൊക്കും പറയുള്ളൂ. എന്താണ് സംഭവം? കക്കണ കള്ളൻ കണ്ടല്ലേ ഇതാണ്. എന്താണ് സംഭവം? പറഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചത്തെ നോമ്പറ മിക്കവാറും ഒരാള് മാത്രം നമ്മ മലപ്പുറത്തേക്ക് കോഴിക്കോടിലേക്ക് പോണായിരിക്കും. അപ്പൊ ഒരാളുണ്ടാവില്ല. ആളാരാണ് നമുക്ക് ഗസ് ചെയ്യാം. ഇൻഷാല്ലാ നോമ്പറ ഉണ്ടാവും. അപ്പൊ നോമ്പറയൊക്കെ വിളിക്കുന്നവരൊക്കെ വിളിക്കാം. ടീമോഡിന്റെ ടീമോഡിന് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഐഡി ഇപ്പൊ കുറച്ചൊരു നമ്മളെ ഹാൻഡില് തിരക്കായോണ്ട് ഇടയ്ക്ക് ഞാനിപ്പോ ചെക്ക് ചെയ്യാറുണ്ട്. സ്ഥിരമായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് 2 ദിവസമായിട്ട്, എന്തുകൊണ്ട് നമ്മളെ കൂട്ടത്തിൽ ഒരാൾ മലബാർ ടച്ചിലേക്ക് മാറുന്നു? നിക്ക് 1 മിനിറ്റ്. ടീമോടി അക്കൗണ്ട് ആരെങ്കിലും ഉണ്ട്? ഇപ്പൊ എല്ലാരും ഇല്ലേ? ആ മെസ്സേജ് ഒരാളെ മെസ്സേജ് ഇതാണ് തന്നാ മതി കമന്റ്. ഒരാളെ കാണിച്ചാ പോലെ. സുഹൃത്തുക്കളെ, നമ്മഞ്ചല്ലാണ്ടില്ലേ ഒരാളെ കാണിച്ചു തന്നെയല്ലേ ഇപ്പ ഹോട്ട്സ്പോട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകും. ഹോട്ട്സ്പോട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകും ഇപ്പ. അല്ല നീക്ക് അത്ര നീ പറ, ഞാൻ സ്റ്റോറി ഇടാം. ഇത്രേ ഉള്ളൂ. ഞാൻ സ്റ്റോറി ഇടാം. എന്ത് അങ്ങനെ പറഞ്ഞ സ്റ്റോറി ഇടാം. എന്ത് പറഞ്ഞേക്കണത്? പ്രേക്ഷകർ പറഞ്ഞേക്കണത് പ്രേക്ഷകര് പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ. ഞാനിപ്പോ പറയാം, ഞാൻ വ്ലോഗ് ലൈവായിട്ട് ചോദിച്ചിട്ട് കാണിക്കാം. ഇനിയിപ്പോ ഏതിലെ കാറിലെ കൊണ്ടൊക്കെ കള്ളമ്പോട് അവനെ കാണിക്ക് ഭൂലോകള് തിന്നാൻ കിട്ടാൻ വേണ്ടി പോലെ സാഹിലിന്റെ സ്റ്റോറി എടുത്തിട്ട് ലൈവ് ചെയ്ത ആൾക്കാരൊക്കെ കാണുമെന്ന് കമന്റ് ചെയ്യണ്ട. ലൈവ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. സാഹിലും റാംബോ സബ്സ്ക്രൈബേഴ്സിന് അതാണ് ഇഷ്ടം. അമ്മ ചെയ്യും, പ്രശ്നമില്ലാതെ ഞാൻ പറയാം നമുക്ക്. അപ്പൊ ഇവര് നേരത്തെ പറഞ്ഞതൊക്കെ ഇതാണ്. നമുക്ക് നോമ്പറ ഇവിടെ വിളിച്ചാൽ നമ്മൾ അല്ലാണ്ട് ഒരു സൈഡ് മലബാർ അങ്ങനെ ഒന്നുമില്ല. ഒരു ചോദ്യം, നമുക്ക് ഇവിടെ ഒരു നോമ്പറുണ്ട് ഇവിടെ എറണാകുളത്ത്. മലപ്പുറത്ത് പറഞ്ഞ ഒരു ഡേറ്റ് വന്ന് നീ ചൂസ് ചെയ്യും? എനിക്ക് സ്വാഭാവികമായിട്ട് അടുത്തുള്ള ഞാൻ ചൂസ് ചെയ്യണം. അല്ല പിന്നെ ഞാൻ എന്ത് ചൂസ് ചെയ്യില്ല. ആൾക്കാരെ ഇങ്ങനെ മേടിക്കുന്നവരാണ്. ആരാണത്? സബ്സ്ക്രൈബേഴ്സ് കാണും. ഇപ്പൊ നടക്കണത് എന്റെ ജാൻസി കോംബോ, ചിക്കു ജാൻസി കോംബോ ആണ്. അതിൽ ഏതാണ് ബെസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്താണ് കമന്റ് ചെയ്യാ, ഇഷ്ടപ്പെടുക. അപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് നമ്മ ചിക്കു ജാൻസിയോ ജാൻസിലൊക്കെ ഒതുക്കി വേറൊരു ആർട്ടിസ്റ്റിനെ നമ്മ പ്ലേസ് ചെയ്യാൻ നിൽക്കണാണ് അല്ലേ? അതിനെ കുറിച്ച് കൃത്യമായ ധാരണ എനിക്കില്ല. ധാരണയുള്ളവർ അതിനെ കുറിച്ച് പറയുന്നതായിരിക്കും. ജാൻസി വിഷമിക്കുന്നുണ്ട് വേണ്ട. അപ്പൊ ഗായ്സ് ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ. അപ്പൊ ഗായ്സ് 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് നമ്മൾ വീണ്ടും പറയണത്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ നല്ല വ്ളോഗ്സ് ആയിട്ട് വരും. ഒരിക്കലും ബീഫ് മന്തിക്ക് വേണ്ടിയില്ല നമ്മൾ വ്ളോഗ് ചെയ്യണം. ഒരു 7 മാസം മുമ്പ് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് വ്ളോഗൊക്കെ നിർത്തേണ്ടി വന്നു. അതിപ്പോ ശരിയായി. സാങ്കേതികം ഫുൾ സെറ്റാണ് അല്ലേ സൽമാൻ? യെസ്. എല്ലാവരും അവിടെ ഉറങ്ങാനാണ്. അവിടെ ഒരാൾ വ്ളോഗ് എഡിറ്റ് ചെയ്യാനാണ്, ഒരാൾ വീഡിയോ എഡിറ്റ് ചെയ്യാനാണ്, സാലി ക്യാമറ എഡിറ്റ്. എല്ലാവരും തിരക്കിലാണ്. തിരക്കൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണ്ടി വ്ളോഗ് എടുക്കുന്നത്, കണ്ടന്റ് എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം. അതിൻ്റെതായ തിരക്കിലാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും 1000 സബ്സ്ക്രൈബേഴ്സിലാക്കുക. അപ്പൊ ആയിക്കഴിഞ്ഞാൽ നമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരിക്കേണ്ട നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് അത് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണേ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വ്ളോഗിലൂടെ അവസാനിപ്പിക്കണം. അപ്പൊ എല്ലാവരും കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ. അപ്പൊ അടുത്ത വ്ളോഗായിട്ട് വീണ്ടും വരും.